താമസിച്ചു എന്ന് പറയുന്ന കാര്യങ്ങൾ നമ്മളങ്ങനെ ഗണിക്കുമ്പോൾ വാസ്തവത്തിൽ അവിടെ സംഭവിക്കുന്നത് ദൈവത്തിൻ്റെ കൈകളിൽ അത് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇറ്റ് ഈസ് അണ്ടർ പ്രിപ്പറേഷൻ. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ മോർണിംഗ് ഗ്ലോറി. വീണ്ടും എല്ലാ പ്രേക്ഷകരെയും ഇന്നത്തെ മോർണിംഗ് ഗ്ലോറി എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ദിവസം നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിലാണ്. നമ്മളെല്ലാ രാവിലെയും നമ്മൾ മോർണിംഗ് ഗ്ലോറി എന്ന് പറയുമ്പോൾ തന്നെ ഫസ്റ്റ് തിങ് ദാറ്റ് വി ഡു ഇസ് പ്രയോറിറ്റൈസ് ജീസസ്. നമ്മുടെ ദിവസത്തിലെ ആദ്യത്തെ ചില മണിക്കൂറുകൾ തന്നെ കർത്താവിൻ്റെ സന്നിധിയിൽ ചെലവഴിക്കുമ്പോൾ ദ റെസ്റ്റ് ഓഫ് ദി ഡേ ഈസ് ഗോയിങ് ടു ബി ബ്ലെസ്ഡ്. ഞാൻ വിശ്വസിക്കുന്നു ആ ദിവസത്തിനും മറ്റ് സമയമെല്ലാം എനിത്തിങ് ആഫ്റ്റർ ദിസ് കർത്താവിന് അനുഗ്രഹം അതിൽ കിടപ്പുണ്ട്. Amen. So big congratulations to all those who faithfully come and watch. എല്ലാ ദിവസവും വിശ്വസ്തമായി കാണുന്ന എല്ലാവർക്കും പ്രത്യേകമായി അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. കർത്താവ് നിങ്ങളുടെ ലൈഫിൽ വലിയ അനുഗ്രഹങ്ങൾ ആ ഫെയ്ത്ത്ഫുൾനെസ് കാരണം കർത്താവ് ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത 1-2 കോ സ്പോൺസേഴ്സ് ഉണ്ട്. രണ്ടുപേരും തിരുവനന്തപുരം പട്ടണത്തിൽ നിന്നാണ്. എലിസബത്ത് ജോൺ സിസ്റ്ററിന് വേണ്ടി നമുക്ക് ആദ്യം പ്രാർത്ഥിക്കാം. അവരുടെ ജീവിതത്തിൽ ദൈവം നൽകിയ എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും സംരക്ഷണത്തിനും നന്ദി സൂചകമായിട്ടാണ്. വാട്ട് എ ഗ്രേറ്റ് ടെസ്റ്റിമണി. നമുക്കെല്ലാവർക്കും ആ ടെസ്റ്റിമണി ഉണ്ടായിരിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. എസ്പെഷ്യലി ഞങ്ങൾ മകൻ ബെന്നിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എക്സാമിൽ ഉയർന്ന മാർക്ക് ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നല്ലൊരു ജോലി ആ മകനെ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ ദേശീയ വോളിബോൾ ടീം ടൂർണമെൻറ്റിലേക്ക് കളിക്കുവാനുള്ള സകല നന്മകളും അതിനുവേണ്ടിയുള്ള പ്രിപ്പറേഷനും അതിനുവേണ്ടിയുള്ള സ്പെഷ്യൽ ഗ്രേസും അങ്ങ് കൊടുത്ത് മകനെ ബ്ലെസ് ചെയ്യണമേ, ഓണർ ചെയ്യണമേ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. അപ്പോൾ തന്നെ ഞങ്ങൾ മകൾ സൂസന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, കഴിഞ്ഞ 1-2 വർഷങ്ങളിൽ ആ മകൾക്ക് കൊടുത്തിരിക്കുന്ന ഉയർച്ചയ്ക്കായി നന്ദി പറയുന്നു. കർത്താവ്, ഇന്ത്യൻ വിമൻസ് ബാസ്കറ്റ്ബോൾ ടീമിൽ കർത്താവ് കളിക്കാൻ വേണ്ടിയുള്ള ആ വലിയൊരു കൃപയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. അപ്പോൾ തന്നെ മകളുടെ വിവാഹം നടക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അതിനുവേണ്ടിയുള്ള വഴികൾ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. അപ്പോൾ തന്നെ തിരുവനന്തപുരത്ത് നിന്നുള്ള വേറൊരു വെൽവിഷറുണ്ട്. ഈ സിസ്റ്ററിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സിസ്റ്റർ പറഞ്ഞിരിക്കുന്ന പ്രാർത്ഥനാ വിഷയം ഇസ് എ സ്പെഷ്യൽ പ്രെയർ റിക്വസ്റ്റ്, പ്രത്യേകത ഉള്ള ഒരു പ്രെയർ റിക്വസ്റ്റാണ്. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, ഏപ്രിൽ 4 തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന ആ മെഗാ ഫെസ്റ്റിവൽ മീറ്റിംഗ്, ആ വേർഷിപ്പ് കോൺസേർട്ടിന് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നല്ല രീതിയിൽ നടക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അന്ന് കടന്നു വരുന്ന പാസ്റ്ററും കുടുംബത്തെയും ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കർത്താവെ, ശുശ്രൂഷകന്മാരെ അനുഗ്രഹിക്കുന്നു. അന്ന് വരുന്ന ഫുൾ മിനിസ്ട്രി ടീം ഞങ്ങൾ ഒരുമിച്ച് ബ്ലെസ് ചെയ്യുന്നു. ഇത് ബ്ലെസ്സിങ് ടുഡേ ഫാമിലിക്കും അപ്പോൾ തന്നെ ലോകമെമ്പാടുമുള്ള സഭകൾക്കും എസ്പെഷ്യലി തിരുവനന്തപുരം പട്ടണത്തിൽ വലിയൊരു ഉണർവിന് വേണ്ടിയുള്ള ഒരു മീറ്റിംഗ് ആയി തീരട്ടെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് അടുത്ത തലത്തിലേക്ക് കർത്താവെ പ്രാർത്ഥനകളെ ഉയർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ധാരാളം ജനം അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ബ്ലെസ് ചെയ്യുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഇന്ന് ഇപ്പോൾ ഈ സിസ്റ്റർ പറഞ്ഞതുപോലെ ഏപ്രിൽ 4 ട്രിവാൻഡ്രം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ വെച്ച് നമുക്കൊരു അമേസിങ് മീറ്റിംഗ് വരികയാണ്. എ ഗ്രേറ്റ് വേർഷിപ്പ് മ്യൂസിക് കോൺസേർട്ട്. അപ്പോൾ തന്നെ പവർഫുൾ പ്രൊഫറ്റിക് ആയിട്ടുള്ള ഒരു മിനിസ്ട്രിയാണ് നമ്മൾ കാണാൻ പോകുന്നത്. തിരുവനന്തപുരം പട്ടണം ഈ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഇറ്റ് വോണ്ട് ബി ദ സെയിം. കർത്താവ് അത്ഭുതകരമായ ആ പട്ടണത്തിൻ്റെ മുഖച്ഛായ പോലും കർത്താവ് മാറ്റുവാൻ പോവുകയാണ്. അതിലേക്ക് എല്ലാ ബ്ലെസ്സിങ് ടുഡേ ഫാമിലി മെമ്പേഴ്സിനെയും, അപ്പോൾ തന്നെ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങളെയും മറ്റുള്ളവരെ എല്ലാവരും നമുക്ക് ഈ സമയത്ത് ഇൻവൈറ്റ് ചെയ്യാം. ഇറ്റ് ഇസ് ഗോയിങ് ടു ബി വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് മീറ്റിംഗ്സ്. അതിലേക്ക് പാസ്റ്റർ ഷെൽഡൻ ബംഗേറ വർഷിപ്പ് ലീഡ് ചെയ്യുവാൻ വേണ്ടി വരുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി അമേസിങ്. ലോകമെമ്പാടും കർത്താവ് ഉപയോഗിക്കുന്ന അനേക ദേവദാസികളെല്ലാം വന്നു ചേരുന്ന ഒരു മീറ്റിംഗ് ആണ്. സോ ലെറ്റ്സ് ഗെറ്റ് റെഡി ഫോർ ഇറ്റ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ തന്നെ ഈ ആഴ്ചയിലുള്ള മീറ്റിംഗ്സ് മറക്കരുത്. നമുക്ക് ഈ ആഴ്ച ഈ സാറ്റർഡേ ലണ്ടനിൽ നമുക്ക് മീറ്റിംഗ് ഉണ്ട്, ഫെബ്രുവരി 21. അപ്പോൾ തന്നെ നമുക്ക് ഈ വരുന്ന സൺഡേ നമ്മുടെ എക്സാം ബ്ലെസ്സിങ് പ്രെയർ സിസ്റ്റർ ഷെമ ഡാമിൻ ട്രിവാൻഡ്രത്ത് ശുശ്രൂഷിക്കുന്നു. അപ്പോൾ കുട്ടികളെ സ്പെഷ്യലി നിങ്ങൾ അയക്കുക, എക്സാം എഴുതുന്ന കുട്ടികളെ സ്പെഷ്യലി അയക്കുക. അവരുടെ ലൈഫിൽ കർത്താവ് എന്തോ ചെയ്യാൻ പോവുകയാണ്, ഞാനത് വിശ്വസിക്കുന്നു. ഇമാൻ, ഗോഡ് ബ്ലെസ് യു. നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ വചന സന്ദേശം ഒരുമിച്ച് കേൾക്കാം.
വെൽക്കം ബാക്ക്. ഇന്ന് ഫെബ്രുവരി 17 ചൊവ്വാഴ്ച. എല്ലാവർക്കും അങ്ങനെ തന്നെ അല്ലേ? ചിലരൊക്കെ പുറകിലായിരിക്കും, ചിലർ ചിലപ്പോൾ മുമ്പിലായിരിക്കും. ഓസ്ട്രേലിയ അങ്ങനെയുള്ളിടത്ത് വ്യത്യാസം കാണും, US വ്യത്യാസം കാണും. എങ്കിലും ഓസ്ട്രേലിയക്ക് മുമ്പിലോട്ടും അമേരിക്ക പുറകിലുമാണ്. ഏതായാലും നിങ്ങളിത് കാണുന്ന സമയത്ത് ഇതായിട്ടുണ്ടായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ഫോക്കസ് വേർഡ് ഡിവൈൻ ടൈമിംഗ്, ദൈവിക സമയം. വാവ്! ഇപ്പോൾ തന്നെ അത് കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്യുക, എഴുതുക, വാ കൊണ്ട് പറയുക. ഡിവൈൻ ടൈമിംഗ്, ദൈവികമായ സമയം. എക്ലീസിയാസ്റ്റിസ് ചാപ്റ്റർ 3 വേഴ്സ് നമ്പർ 11, സഭാപ്രസംഗി 3:11. He has made everything beautiful in its time. അവൻ സകലവും അതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്തിരിക്കുന്നു. മലയാളത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ സ്ക്രീനിൽ നോക്കുക. സാധാരണ ഇത് വെഡ്ഡിങ് കാർഡുകളിൽ, വെഡ്ഡിങ് ഇൻവൈറ്റ്സിലൊക്കെ പ്രിൻ്റ് ചെയ്ത് കാണാറുള്ളൊരു വചനമാണ്. കല്യാണം വരുന്ന സമയത്ത് എല്ലാവരും പറയും, ഓ സമയമായപ്പോൾ ദൈവം അത്ഭുതം ചെയ്തു. അപ്പോൾ കല്യാണത്തിനാണ് സാധാരണ ഇതൊക്കെ പറയാറ്. പക്ഷേ ലൈഫിലെ എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ പേസിൽ, ദൈവത്തോടൊപ്പം പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ വളരെ പ്രസക്തമാണ്. ഇന്നത്തെ ഡെക്ലറേഷൻ ഞാനിത് വായിക്കുന്ന സമയത്ത് നിങ്ങളും കൂടി ചേർന്ന് വാ കൊണ്ട് ഉറക്കെ വായിക്കുക. ഗോഡ്സ് ടൈമിംഗ് ഈസ് പെർഫെക്റ്റ് ഇൻ മൈ ലൈഫ്. നോ ഡിലേ ക്യാൻ ഡിനൈ മൈ ഡെസ്റ്റിനി. ദൈവത്തിൻ്റെ സമയം എൻ്റെ ജീവിതത്തിൽ സമ്പൂർണ്ണമാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് പറയേണ്ടത്, വളരെ പെർഫെക്റ്റാണ്. നോ ഡിലേ ക്യാൻ ഡിനൈ മൈ ഡെസ്റ്റിനി. എന്തെങ്കിലുമൊക്കെ വൈകിയെന്ന് തോന്നിയാലും ഒരിക്കലും അത് എൻ്റെ ലക്ഷ്യത്തെ തെറ്റിക്കുകയില്ല. ബൈബിൾ റീഡിംഗ് പ്ലാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ദയവായി അത് നോക്കി വായിച്ച് ടിക്ക് ചെയ്യണേ. ആർ യു റെഡി? ഡിവൈൻ ടൈമിങ്ങിനെ കുറിച്ച് 4 കാര്യം പറയാൻ പോവാം. നമ്പർ 1, ഗോഡ് വർക്ക്സ് അക്കോർഡിംഗ് ടു ഹിസ് പെർഫെക്റ്റ് ടൈം, നോട്ട് അവേഴ്സ്. എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവം പ്രവർത്തിക്കുന്നത് തൻ്റെ പെർഫെക്റ്റ് ടൈം അനുസരിച്ചാണ്. ദൈവത്തിൻ്റെ ഒരു പെർഫെക്റ്റ് ടൈമുണ്ട്, നമ്മുടെ ടൈം അനുസരിച്ചല്ല. ഇവിടെയാണ് മിസ്മാച്ച്, ഭയങ്കരമായ തെറ്റിദ്ധാരണകളും പ്രശ്നങ്ങളും വരുന്നത്. നമുക്ക് ഒരു വാച്ച് കാണും, റിസ്റ്റ് വാച്ച് വേണം. അതനുസരിച്ചാണ് നമ്മൾ 8 മണിയെ, 11:30, 3 മണിയെ, കണ്ടില്ലല്ലോ. അപ്പോൾ നമ്മൾ ഇതിനനുസരിച്ചാണ് ജീവിക്കുന്നത്. അല്ലെങ്കിൽ മൊബൈലിൽ നമ്മൾ ടൈം നോക്കും, ഓക്കെ ഇത്രയും സമയം. അപ്പോൾ നമ്മളുടെ പരിപാടി മൊത്തം ഈ ടൈം അനുസരിച്ചിട്ടാണ്. എന്നാൽ ദൈവത്തിൻ്റേതായ ഒരു കലണ്ടർ, ദൈവത്തിൻ്റേതായ ഒരു സ്കെഡ്യൂൾ, ദൈവത്തിൻ്റേതായ ഒരു ടൈം ടേബിൾ അനുസരിച്ചാണ് ദൈവം പോകുന്നത്. ഇത് തമ്മിൽ പലപ്പോഴും ചേരാറില്ല. അതുകൊണ്ട് തന്നെയാണ് ഒത്തിരി പ്രശ്നങ്ങളിലൂടെ പോകുന്നത്. എനിക്ക് തോന്നുന്നു, ഞാൻ ഈ മേശയിലിരുന്ന് ഒത്തിരി പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഗ്രീക്ക് ഭാഷയിൽ അഥവാ പുതിയ നിയമം എഴുതപ്പെട്ട ഭാഷയിൽ സമയത്തിന് 2 വാക്കുകളാണ്. ഒന്ന് ക്രോണോസ്, എല്ലാവരും പറഞ്ഞേ ക്രോണോസ്. 2 കൈറോസ്. ക്രോണോസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വാച്ച് അനുസരിച്ചുള്ള ഘടികാര സമയം എന്ന് പറയാം. നമ്മുടെ വാച്ച് അല്ലെങ്കിൽ ക്ലോക്ക് അനുസരിച്ചുള്ള സമയമാണ്. അതിനനുസരിച്ചാണ് നമ്മളെല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യുന്നത്. 8:05 ബസ് വരും, അല്ലെങ്കിൽ 8:35 ട്രെയിൻ വരും, 10:10 ഇന്നത്തെ ഫ്ലൈറ്റ്. സോ ഈ ഒരു സമയം അനുസരിച്ചാണ് നമ്മുടെ വണ്ടിയെല്ലാം ഓടുന്നത്, നമ്മളുടെ ജീവിതമൊക്കെ ഓടുന്നത്. എന്നാൽ ദൈവം ചെയ്യുന്നത് ഇതിനനുസരിച്ചല്ല. ദൈവത്തിൻ്റെ സമയത്ത് നമ്മൾ കൈറോസ് ടൈം എന്നാണ് പറയുന്നത്, ദ അപ്പോയിൻറ്റഡ് ടൈം ഓഫ് ഗോഡ്. ദൈവം നിയമിച്ചാക്കി, അല്ലെങ്കിൽ ദൈവം പ്രവർത്തിക്കാൻ ആഗ്രഹിച്ചിട്ടുള്ള സമയം. ഇപ്പം നമ്മൾ ഈ വാച്ച് വെച്ച് ഓടുന്നു, കർത്താവിൻ്റെതായ ഒരു ടൈം ലൈനുണ്ട്. ഇവിടെയാണ് നമുക്ക് അവിശ്വാസം വരുന്നത്. എത്ര സമയമായിട്ടും ഭയങ്കര അങ്കലാപ്പ്. ഉദാഹരണത്തിന് മർത്തയും മറിയയും അവരുടെ സഹോദരൻ മരിച്ച സമയത്ത് നേരത്തെ തന്നെ രോഗിയായി കിടന്നപ്പോൾ തന്നെ ആളയച്ചു, പറഞ്ഞു, നീ ഇഷ്ടപ്പെടുന്ന, നിനക്ക് ഭയങ്കര സ്നേഹമുള്ള ആളാണ് ഞങ്ങളുടെ ബ്രദർ, വയ്യാതെ കിടക്കുക, വന്ന് പ്രാർത്ഥിക്കണം. പക്ഷേ യേശു പോയില്ല. മരിച്ചു എന്നറിഞ്ഞു, എന്നിട്ടും പോയില്ല. 4-ാം ദിവസമാണ് അവിടെ എത്തുന്നത്. ദാറ്റ് വാസ് ദ റൈറ്റ് ടൈം ഫോർ ഗോഡ്. അതെന്താണെന്ന് ചോദിച്ചാൽ അതിന് ശേഷം നടക്കാനുള്ള ചില സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ട്. അതിലൂടെ അത് ഇന്നും എന്ന് വെച്ചാൽ ലാസറെ ഉയർപ്പിച്ച ആ സംഭവം എങ്ങനെ ക്രോണോസ് ടൈമിലല്ല,
മറിയയുടെയും മാർത്തയുടെയും വാച്ചനുസരിച്ചല്ല യേശു ചെന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം സ്നേഹമുണ്ടെങ്കിൽ ഇങ്ങനെ കർത്താവ് ചെയ്യൂ, അറിയിച്ചപ്പോൾ തന്നെ ഒന്ന് ഓടി വന്ന് പ്രാർത്ഥിക്കുമായിരുന്നെങ്കിൽ, അവർ തന്നെ പറഞ്ഞു നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കില്ലായിരുന്നു. യേശുവിനെ കുറ്റപ്പെടുത്തുന്നു. പക്ഷേ ദൈവം അത് വലിയൊരു മഹത്വത്തിനാക്കി. താൻ ജീവനും പുനരുത്ഥാനവുമെന്ന് സകല ഭൂമിയോടും ചരിത്രത്തോടും ലോകത്തോടും വിളിച്ചു പറയുവാനുള്ള ഒരു വലിയ സംഭവമാക്കി അതിൻ്റെ ഒരു ലൈവ് ഡെമോൺസ്ട്രേഷന് വേണ്ടി ദൈവം അത് കരുതി വെച്ചു. അപ്പോൾ ദൈവം എപ്പോഴും നമ്മളെക്കാളൊക്കെ ഒത്തിരി മുമ്പിൽ ചിന്തിക്കുകയും ദീർഘവീക്ഷണത്തോടെ നമ്മളോട് പെരുമാറുകയും അതിൻ്റെ ഫലം ഭയങ്കര ഗ്ലോറിയസ് ആയിരിക്കും. നമ്മളങ്ങനെയല്ല, നമുക്ക് കൊച്ചു ചിന്താഗതികളാണുള്ളത്. അതുകൊണ്ട് വേഗത്തിൽ കാര്യങ്ങൾ നടക്കണം, എന്തായാലും ശരി അങ്ങ് നടന്നാൽ മതി, വേഗത്തിൽ നടന്നാൽ മതി, ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ചിന്തകൾ. മനസ്സിലാക്കേണ്ട ചില യാഥാർത്ഥ്യങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. ആർ യു റെഡി? എഴുതണം. കമൻറ്റ് സെക്ഷനിൽ പ്രധാന കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ നോട്ട്സ് ആദ്യം എഴുതാതിന് ശേഷം തിരിച്ചു വന്ന് ടൈപ്പ് ചെയ്ത പ്രധാന ഭാഗങ്ങളൊക്കെ ഇട്ട് കൊടുക്കണം. ഡിവൈൻ ടൈമിംഗ് മീൻസ് God arranges events according to his wisdom and purpose. ദൈവം തൻ്റെ ജ്ഞാനത്തിലും ഉദ്ദേശത്തിലും എല്ലാ കാര്യങ്ങളും ദൈവം ക്രമീകരിക്കുന്നു. What feels like delay to us is often preparation in God's hands. വൈകി, താമസിച്ചു എന്ന് പറയുന്ന കാര്യങ്ങൾ നമ്മളങ്ങനെ ഗണിക്കുമ്പോൾ വാസ്തവത്തിൽ അവിടെ സംഭവിക്കുന്നത് ദൈവത്തിൻ്റെ കൈകളിൽ അത് ഒരുങ്ങിക്കൊണ്ടിരിക്കുക. ഇറ്റ് ഈസ് അണ്ടർ പ്രിപ്പറേഷൻ. ഹല്ലേലൂയ. ഗോഡ് നെവർ അറൈവ്സ് ടു ഏർലി ആൻഡ് നെവർ ടു ലേറ്റ്. ദൈവം ഒരിക്കലും വളരെ നേരത്തെ എത്തുകയില്ല, വളരെ വൈകിയും എത്തുകയില്ല. എൻ്റെ അർത്ഥം എന്താണ്? ഹി വിൽ അറൈവ് അറ്റ് ദ റൈറ്റ് ടൈം. ഏത് റൈറ്റ് ടൈമാണ്? നമ്മുടെ റൈറ്റ് ടൈം അല്ല, കൈറോസ് ടൈം. ദൈവം ഇപ്പോൾ പ്രസാദകാലത്ത് ഞാൻ ഉത്തരമരുളി, രക്ഷാദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സമയമാണ്. പ്രസാദകാലം എന്ന് പറയുന്നത് എക്ലീസിയാസ്റ്റസ് 3:1 സഭാപ്രസംഗി 3:1 നമ്മൾ കാണുന്നത് ദർ ഇസ് എ ടൈം ഫോർ എവറിത്തിങ്. എല്ലാറ്റിനും ഒരു സമയമുണ്ട്. വിശ്വസിക്കാമോ? എന്ന് വെച്ചാൽ എല്ലാറ്റിനും ദൈവം നിയമിച്ച ഒരു സമയമുണ്ട്. ഹബക്കക്ക് ചാപ്റ്റർ 2 വേഴ്സ് നമ്പർ 3, ഹബക്കൂക്ക് 2:3 ദോ ഇറ്റ് ലിംഗേഴ്സ് വെയിറ്റ് ഫോർ ഇറ്റ്. അത് വൈകിയാലും അത് വരും, അതിനായി കാത്തിരിക്കാം. പ്രവചന ദൂതുകൾ കിട്ടിയിട്ടുണ്ടോ? വാഗ്ദത്തങ്ങൾ കിട്ടിയിട്ടുണ്ടോ? കർത്താവിൽ നിന്ന് എന്തെങ്കിലും പ്രോമിസ് എപ്പോഴെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഒരു ദർശനം കർത്താവ് തന്നിട്ടുണ്ടോ? ഇവിടെ പറയുന്നത് അത് വൈകിയാലും വരും. എൻ്റെ അർത്ഥം വൈകാനുള്ള നമ്മുടെ ദൃഷ്ടി താമസിക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. പക്ഷേ അത് വരും, അതിനായി കാത്തിരിക്കുക. ഗലേഷ്യൻസ് 4:4, ഗലാത്യ ലേഖനം 4:4 when the set time had fully come, God sent his son. കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ അയച്ചു. എപ്പോഴാണ് കാലസമ്പൂർണത വന്നത്? ഉൽപ്പത്തി 3:15 വാഗ്ദത്തം വരുന്നത്. ഒരു രക്ഷകനെ അയക്കാം എന്നുള്ള ആദ്യത്തെ വാഗ്ദത്തം. ഏകദേശം 4000 വർഷത്തോളം കാത്തിരിക്കേണ്ടി വന്നു. അതായിരുന്നു ദൈവത്തിൻ്റെ കാലസമ്പൂർണത, ദൈവത്തിൻ്റെ കൈറോസ് ടൈം, ദൈവത്തിൻ്റെ പെർഫെക്റ്റ് ടൈം. അതിത്തിരി കൂടുതലല്ലേ? പക്ഷെ ദൈവം തൻ്റെ സർവജ്ഞാനത്തിൽ ഒത്തിരി കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് അതിനിടയിൽ പല എബ്രായ ലേഖനം 1-ാമത്തെ വചനം വായിക്കുമ്പോൾ ദൈവം പണ്ട് ഭാഗമായും വിവിധമായും പ്രവാചകന്മാരിലൂടെ സംസാരിച്ചിട്ട് ഇപ്പോൾ പുത്രൻ മുഖാന്തരം നമ്മളോട് ഈ അവസാന കാലത്ത്, ഈ അന്ത്യകാലത്ത് സംസാരിച്ചിരിക്കും. ദൈവത്തിനൊരു ഒരു സ്കീമുണ്ട്, ദൈവത്തിനൊരു സ്കെഡ്യൂളുണ്ട്, ദൈവത്തിൻ്റെ ഒരു പ്രോഗ്രാമുണ്ട്. അതിനനുസരിച്ച് മാത്രമേ ദൈവം ചെയ്യൂ. നമ്മുടെ ഈ പീനട്ട് ബ്രെയിൻ കൊണ്ട് ഇത് ഗ്രഹിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അവിടെയാണ് വിശ്വാസത്തിൻ്റെ കളി. ദൈവത്തിന് എന്നേക്കാൾ അറിവുണ്ടെന്നേ, ദൈവത്തിന് എന്നേക്കാൾ ജ്ഞാനമുണ്ട്. ഞാൻ കുറച്ച് നാൾ മുമ്പ് ജനിച്ചു, കുറച്ച് കഴിയുമ്പോൾ ഇവിടുന്ന് പോവും. ഇത്രയേ ഉള്ളൂ എൻ്റെ ജീവിതം. എന്നാൽ ദൈവം നിത്യനാണ്, സർവജ്ഞാനിയാണ്, സർവ്വവ്യാപിയാണ്, സർവശക്തനാണ്. അത്രയും മനസ്സിലാക്കിയാൽ മതി, നമുക്ക് കിടന്നുറങ്ങാം. മനസ്സിലാക്കേണ്ട 1-2 കാര്യങ്ങൾ കൂടെ പറയാം. എ സീഡ് പ്ലാന്റഡ് ടു ഏർലി ഇൻ കോൾഡ് സോയിൽ വിൽ നോട്ട് ഗ്രോ. ചിലർ വിത്ത്
വിത്ത് വിതയ്ക്കാൻ ഒരു സീസണുണ്ട്. ആ സീസണ് നേരത്തെ കൊണ്ടുപോയി വിതയ്ക്കും. ഒരു പക്ഷേ ഭയങ്കര തണുപ്പ് കാലമായിരിക്കും. അപ്പോൾ അത് വളരാതെ വരും. വെൻ പ്ലാന്റഡ് ഇൻ ദ റൈറ്റ് സീസൺ ഇറ്റ് പ്രൊഡ്യൂസസ് ഫ്രൂട്ട്. എന്നാൽ കൃത്യമായ സീസണിൽ അത് കുത്തിയാൽ, അല്ലെങ്കിൽ ആ വിത്ത് വിതച്ചാൽ, അതുകൊണ്ട് നല്ല ഫലം ഉളവാകും. ഗോഡ് പ്ലാൻസ് ഹിസ് പ്രോമിസസ് ഇൻ ദ റൈറ്റ് ടൈം. കർത്താവ് എപ്പോഴും ചെയ്യുന്നത് വാഗ്ദത്തം തന്നാലും അതിനെ മുളപ്പിക്കുന്നത്, അതിനെ നിറവേറുന്നത് റൈറ്റ് ടൈമിലായിരിക്കും. ശരിയായ പ്രായത്തിൽ ശരിയായ സമയത്ത് എല്ലാം ഒരുങ്ങി വരുന്ന സമയത്തായിരിക്കും അത് നടക്കുന്നത്. നമ്പർ 2, വെയിറ്റിംഗ് സീസൺസ് ഷേപ്പ് ഓർ ക്യാരക്ടർ. അപ്പോൾ ഈ വാഗ്ദത്തം കിട്ടി അതിന് വേണ്ടിയിട്ട് ദൈവത്തിന് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. എത്ര നാൾ കാത്തിരിക്കുക. നമ്മൾ മിക്കവാറും എല്ലാവർക്കും ദീർഘക്ഷമ വളരെ കുറവാണ്. നമുക്ക് ക്ഷമ ഉണ്ട്, പക്ഷെ ദീർഘക്ഷമ പലപ്പോഴും കുറവാണ്. ഇത് നീണ്ടു പോകുമ്പോൾ പലപ്പോഴും ചോദ്യങ്ങൾ, ചോദ്യശരങ്ങൾ, ചോദ്യചിഹ്നങ്ങൾ, പിന്നെ ഇങ്ങനെയൊക്കെ വന്ന് പലപ്പോഴും നമുക്ക് ഇംപേഷ്യൻ്റായി, ക്ഷമയില്ലാതെ നമ്മളെന്തെങ്കിലുമൊക്കെ നേരത്തെ കാട്ടിക്കൂട്ടും. എന്നാൽ വെയിറ്റിംഗ് സീസൺസ് ഷേപ്പ് അവർ ക്യാരക്ടർ. എന്നാൽ ഇതിനിടയിൽ ദൈവത്തിന് വാഗ്ദത്തം നിറവേറ്റാൻ ജസ്റ്റം കൽപ്പിച്ചാൽ മതി, പരിപാടി നടന്നു. പക്ഷെ അതല്ല ദൈവത്തിൻ്റെ പ്രയോറിറ്റി. ദൈവത്തിൻ്റെ പ്രയോറിറ്റി നമ്മളാണ്. എന്തെങ്കിലും ഒരു കാര്യം നടക്കുക എന്നതിനേക്കാൾ നമ്മളെ പണിയുക എന്നുള്ളതാണ് കർത്താവിൻ്റെ ഏറ്റവും വലിയ ഉദ്ദേശം. അതുകൊണ്ട് ഗോഡ് യൂസസ് വെയിറ്റിംഗ് ടു റിഫൈൻ അവർ ഫെയ്ത്ത്, റിമൂവ് പ്രൈഡ് ആൻഡ് ബിൽഡ് പേഷ്യൻസ്. ദൈവം ചില കാര്യങ്ങൾ ഇതിനിടയിൽ സാധിക്കും. ഒന്ന്, നമ്മുടെ വിശ്വാസം ശുദ്ധീകരിക്കുക, വിശ്വാസത്തെ ശരിയാക്കിയെടുക്കുക. പലപ്പോഴും നമ്മുടെ അകത്തൊക്കെ ഭയങ്കരമായ അഹങ്കാരം ഒളിഞ്ഞിരിപ്പുണ്ട്. എത്ര താഴ്മയുള്ളവനാണെന്ന് പറഞ്ഞാലും ആ താഴ്മയുടെ ഉള്ളിൽ കുറേ അഹങ്കാര ചിന്തകൾ, അഹങ്കാര ഭാവവും ഒക്കെ ഉണ്ടായിരിക്കും. പെട്ടെന്നൊന്നും മനസ്സിലാവില്ല, സറ്റിലായിട്ട് ഉള്ളിൽ കിടപ്പുണ്ടായിരിക്കും. ഇതെല്ലാം കർത്താവ് തല്ലിച്ചതച്ച് അതിനെല്ലാം എടുത്ത് കളയും. കൂടാതെ ബിൽഡ് അവർ പേഷ്യൻസ്, നമ്മുടെ സഹിച്ചു നിൽക്കാനുള്ള ആ കഴിവ് ക്യാരക്ടറിൽ ബിൽഡ് ചെയ്യാൻ തുടങ്ങും. ഡിലേ ഈസ് നോട്ട് ഡിനയൽ, ഇറ്റ് ഈസ് ഡെവലപ്മെൻറ്റ്. വൈകി എന്നതുകൊണ്ട് കർത്താവ് വാക്കുമാറ്റി അല്ലെങ്കിൽ കാര്യം നിഷേധിച്ചു, നിരസിച്ചു എന്നർത്ഥമില്ല. പകരം അതിനിടയിൽ നാം വികസിക്കപ്പെടുകയാണ്. നമ്മുടെ മനസ്സ്, നമ്മുടെ വിശ്വാസം, നമ്മുടെ അകത്തുള്ള ദീർഘക്ഷമ, നമ്മുടെ സ്വഭാവം, ഇതെല്ലാം വികാസം പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഉള്ള കാര്യം തുറന്നു പറയാം. പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് കോഴ്സുകൾ എന്ന് പറഞ്ഞുകൊണ്ട് ലോകം എമ്പാടും ഒത്തിരി ഈ കോഴ്സുകളൊക്കെ നടക്കുന്നു. അതിനെല്ലാം ഫീസ് കൊടുത്ത ആളുകൾ തള്ളിക്കയറുകയാണ്. കാരണം എങ്ങനെയെങ്കിലും ഒന്ന് ഡെവലപ്പ് ചെയ്യണം. പക്ഷേ യഥാർത്ഥത്തിലെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് നടക്കുന്നത് ദ യൂണിവേഴ്സിറ്റി ഓഫ് ലൈഫിലാണ്. ജീവിതമാകുന്ന സർവകലാശാലയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ കൊണ്ടുപോകുന്ന, പരിശുദ്ധാത്മാവ് ഓർക്കസ്ട്രേറ്റ് ചെയ്യുന്ന ജീവിത സാഹചര്യങ്ങളിലൂടെ, ചിലതൊക്കെ നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റാത്ത ചില പ്രശ്നങ്ങളിലൂടെയൊക്കെ പോകുമ്പോൾ നമ്മുടെ അകത്ത് ചിലത് പണിയപ്പെടുകയാണ്. യേശു പോലും അങ്ങനെ പോയെന്നുള്ളത് മറക്കരുത്. സാം 27:14, സങ്കീർത്തനങ്ങൾ 27:14 പറയുന്നത്, വെയിറ്റ് ഫോർ ദ ലോർഡ്, ബി സ്ട്രോങ്. കർത്താവിനായി കാത്തിരിക്കുക, ശക്തിപ്പെട്ടിരിക്കുക. ഐസയ 40:31, യെശയ്യാവിൻ്റെ പുസ്തകം 40:31, ദോസ് ഹു വെയിറ്റ് ഓൺ ദ ലോർഡ് വിൽ റിന്യൂ ദെയർ സ്ട്രെങ്ത്. യഹോവയ്ക്കായി കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ചുരുക്കി പറഞ്ഞാൽ, നിങ്ങളുടെ വാഗ്ദത്തത്തിൻ്റെ നിറവേറലിന് വേണ്ടി എത്ര നാളായി കാത്തിരിക്കുന്നത്? പറഞ്ഞേ അത്രയും ശക്തി അകത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ഈ പാസീവായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന കാര്യമല്ല കേട്ടോ. അതിനുള്ളിലും പ്രാർത്ഥിക്കുക, ഒരുങ്ങുക, കർത്താവ് എന്തെങ്കിലും കുറവുകൾ എന്നിൽ നിന്ന് മാറ്റാനുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സംതിങ് ഈസ് ഹാപ്പനിങ്, സംതിങ് ഈസ് ഡെവലപ്പിംഗ് ഇൻസൈഡ് ഓഫ് യു. നമ്മൾ പലപ്പോഴും മനസ്സിലായില്ലെങ്കിൽ പോലും ജെയിംസ് 5:7 വായിച്ചു നോക്കി. യാക്കോബിൻ്റെ ലേഖനം 5:7, ബി പേഷ്യൻറ്റ് അൺടിൽ ദ ലോർഡ്സ് കമ്മിങ്. കർത്താവിൻ്റെ വരവോളം ദീർഘക്ഷമയോടെ കാത്തിരിക്കണം. കർത്താവ് ഇപ്പോൾ വരുന്ന അതുവരെ. കർത്താവിൻ്റെ രണ്ടാം വരവ് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യം നിറവേറാൻ വേണ്ടി കർത്താവ് വരുന്നത് വരെ. സാധാരണ കുശവൻ്റെ വർക്ക്ഷോപ്പിൽ ചെന്നാൽ, പോട്ടേഴ്സ് വർക്ക്ഷോപ്പിൽ ചെല്ലുവാണെങ്കിൽ
എ പോട്ടർ ഡസ് നോട്ട് റഷ് ദ ക്ലേ. ഈ കളിമണ്ണിൽ ഇങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഭയങ്കര സ്പീഡിൽ കറക്കി പെട്ടെന്നെടുത്ത് അങ്ങനെ ചെയ്യില്ല. ഇഫ് ദ ക്ലേ ഈസ് റിമൂവ് ടു സൂൺ ദ വെസൽ കൊളാപ്സസ്. അങ്ങനെ പെട്ടെന്നങ്ങ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഇത് മെനഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ അത് ഇളങ്ങി അത് അങ്ങനെ അങ്ങ് പോവും. വെയ്റ്റിംഗ് ഷേപ്സ് us into vessels ready for blessing. അപ്പം അങ്ങനെ നമ്മൾ ദീർഘനാൾ കാത്തിരിക്കുന്ന സമയത്ത് സംഭവിക്കുന്നത് ദൈവിക അനുഗ്രഹങ്ങളെ സ്വീകരിക്കുവാനുള്ളൊരു പാത്രമായി നാം ഒരുക്കപ്പെടുകയാണ്. അതിനൊരു നന്ദി പറ. ഞാനീ പറയുന്നത് ടൈപ്പ് ചെയ്യുന്നുണ്ടോ, എഴുതിയെടുക്കുന്നുണ്ടോ? ഇതിലെ പ്രധാന കാര്യങ്ങളും വചനങ്ങളും ഒക്കെ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തിടണം. മറ്റുള്ളവർക്കൊരു സാക്ഷ്യമാണ്, മറ്റുള്ളവർക്ക് അനുഗ്രഹമാണ്. നമ്പർ 3 എഴുതുക. God's timing protects us from premature blessings. ദൈവത്തിൻ്റെ സമയം, ദൈവം നിയമിച്ചിട്ടുള്ള സമയം, അത് നമ്മെ അകാല അനുഗ്രഹങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നു. ഒന്നുകൂടി പറയാം. ദൈവത്തിൻ്റെ സമയം അകാല അനുഗ്രഹങ്ങളിൽ നിന്നും നമ്മെ സംരക്ഷിക്കുന്നു. കേട്ടിട്ടുണ്ടോ? പ്രിമേച്യൂർ ബ്ലെസ്സിങ്സ് എന്ന് കേട്ടിട്ടുണ്ടോ? സമയത്തിന് മുമ്പേ വരുന്ന അനുഗ്രഹം. സമയമായിട്ടില്ല, ദൈവത്തിൻ്റെ സമയമായിട്ടില്ല, പക്ഷെ അതിനു മുമ്പേ അനുഗ്രഹം വന്ന് കയറിയാൽ അതിന് ഭയങ്കര ഡാമേജ് ഉണ്ടാവും. അത് ബ്ലെസ്സിങ്ങിന് പകരം ഭയങ്കര ബേർഡനും ഡാമേജുമായിട്ട് മാറും. വാട്ട് വി വാണ്ട് നൗ മേ destroy us if received too soon. അപ്പോൾ പെട്ടെന്ന് ചില കാര്യങ്ങൾ നമ്മുടെ കയ്യിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് വേണമെന്ന് പറഞ്ഞ് ശരിക്കും കാത്തിരുന്ന് കഴിഞ്ഞാൽ അടുത്തൊരു 3 വർഷം അല്ലെങ്കിൽ 10 വർഷം കഴിഞ്ഞിട്ട് വരേണ്ടതായിരിക്കും. പക്ഷെ ഇപ്പോൾ വേണം പിടിവാശി പിടിച്ച് കയ്യിൽ വരുത്തിയാൽ പലപ്പോഴും അത് നമ്മെ നശിപ്പിച്ചെന്നിരിക്കും. ഗോഡ്സ് ടൈമിംഗ് ഗോഡ്സ് us from pride, confusion and loss. ദൈവത്തിൻ്റെ സമയം നമ്മളെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ അഹങ്കാരം, ആശയക്കുഴപ്പങ്ങളും അതുപോലെ നഷ്ടം, ഇതിൽ നിന്നൊക്കെ നമ്മളെ സംരക്ഷിക്കും എന്നത് മറന്ന് പോകരുത്. ചില യുവതിയുവാക്കന്മാരെ കണ്ടിട്ടുണ്ട്. അവർ ഭയങ്കര തിരക്ക് പിടിച്ച് ആര് പറഞ്ഞാലും കേൾക്കാതെ നേരത്തെ അങ്ങ് കല്യാണം കഴിക്കും. വീട്ടുകാർ ചിലപ്പോൾ ഇപ്പോൾ വേണ്ട മോനെ കുറച്ചുകൂടി കഴിയട്ടെ, മെച്യൂരിറ്റി വരട്ടെ. ചിലപ്പോൾ ചർച്ചിലുള്ളവർ പറയും, ശുശ്രൂഷകർ പറയും, പാസ്റ്റർ പറയും, ഇപ്പം തിരക്ക് പിടിച്ച് ചെയ്യല്ലേ, ഒന്ന് സെറ്റിലാകട്ടെ, ഒന്ന് ശരിയാകട്ടെ. പക്ഷെ കുട്ടികൾ ബഹളം കൂട്ടി ഒത്തിരി ബഹളം വയ്ക്കുമ്പോൾ പാരൻസും സമ്മതിക്കും, സഭയും സമ്മതിക്കും, അല്ലെങ്കിൽ ബന്ധപ്പെട്ടവരൊക്കെ എന്നാൽ എന്തെങ്കിലും ആകട്ടെ. പക്ഷേ പലപ്പോഴും മെച്യൂരിറ്റി ഇല്ലാതെ ശരിയായ മാനസിക, ശാരീരിക, സാമ്പത്തിക പക്വതയില്ലാതെ എടുത്തിയാടുന്ന പല വിവാഹങ്ങളിലും അതിനുശേഷം അതിഭയങ്കരമായ പ്രശ്നങ്ങളിലൂടെയൊക്കെ പോകുന്നത് കണ്ടിട്ടുണ്ട്. എല്ലാ കാര്യത്തിലും അല്ല ടൈം പറയുന്നത്, ഞാൻ ആരെയും ജഡ്ജ് ചെയ്യുകയോ അല്ല. പക്ഷേ ദിസ് ഈസ് എ കോമൺ ഫിനോമിനൺ. പ്രോവബ്സ് 20 and verse number 21, സദൃശവാക്യങ്ങൾ 20-21, an inheritance gained hastily will not be blessed. വളരെ വേഗത്തിൽ കയ്യിൽ വരുന്ന ഒരു അവകാശം ഒരുപക്ഷെ അനുഗ്രഹിക്കപ്പെടുകയില്ല. ധൂർത്തപുത്രൻ്റെ കഥയിൽ എല്ലാവർക്കും അറിയാം. അപ്പം മരിക്കുന്നതിന് മുമ്പ് തന്നെ ബഹളം വെച്ച്, സാധാരണ അന്നത്തെ കാലത്ത് അപ്പം മരിച്ച ശേഷമാണ് ഷെയർ കിട്ടുന്നത്. അപ്പോൾ അവൻ ചെന്ന് പറയാം, അപ്പം എനിക്കുള്ള പാർട്ടീഷൻ ചെയ്ത് എനിക്കുള്ള ഇങ്ങോട്ട് തന്നേക്ക്. എൻ്റെ അർത്ഥം എൻ്റെ അപ്പൻ ചത്തു, അന്നത്തെ കാലത്ത് നീ ചത്തു, അപ്പൻ ചത്തു, താ. അപ്പനെ കൊന്ന് അവൻ മേടിച്ചുകൊണ്ട് പോകുന്ന പോലെ. പക്ഷേ അപ്പൻ സ്നേഹമുള്ളവനായതുകൊണ്ടും അവൻ നിർബന്ധം പിടിച്ചതുകൊണ്ടും അങ്ങ് അനുവദിച്ചു കൊടുത്തു. പക്ഷെ അതിന് ശേഷം അറിയാമല്ലോ, അവൻ ദൂരെ ഒരു ദേശത്ത് പോയി വേശ്യമാരോടൊപ്പം, അല്ലെങ്കിൽ ഇന്നത്തെ രീതിയിൽ പറഞ്ഞ നൈറ്റ് ക്ലബിലും അവിടെ ഇവിടെയൊക്കെ പോയി മദ്യപിച്ച് ആവശ്യമില്ലാത്ത എല്ലാം ചെയ്ത് എല്ലാം നശിപ്പിച്ച് തകർന്ന അവസാനം പന്നിക്കൂട്ടിലിരിക്കുകയാണ്. പന്നിക്കൂട്ടിൽ ചെന്നിരിക്കുന്ന പരുവം ഒന്ന് ആലോചിച്ച് നോക്കുക. അവൻ്റെ ജീൻസ് എല്ലാം കീറി, ഇന്നത്തെ രീതിയിൽ താരതമ്യപ്പെടുത്തി പറയുവാണ്, കുളിച്ചിട്ടില്ല, ഷേവ് ചെയ്തിട്ടില്ല, ഒന്നുമില്ലാതെ പട്ടിണിയായിട്ട് അവൻ പന്നിക്കൂട്ടിൽ പന്നികളോടൊപ്പം പോയി ഇരിക്കുന്ന പരുവം വന്നു. കാരണം നേരത്തെ അവൻ ഇൻഹെറിറ്റൻസ് കിട്ടി. ജെനസിസ് 37 തുടങ്ങി 41 വരെയുള്ള ചാപ്റ്റേഴ്സ് വായിക്കുമ്പോൾ ജോസഫ് വെയിറ്റഡ് ഇയേഴ്സ് ബിഫോർ റൂളിങ്. ജോസഫ് അവരുടെ ഭരണാധികാരിയാകുന്നതിന് മുമ്പ് അവൻ പോകാത്ത കഷ്ടപ്പാടുകളില്ല.
അനേക വർഷങ്ങൾ കഷ്ടതയിലൂടെ പോയി. സ്വപ്നം കൊടുത്തവൻ തന്നെയാണ് ഇതിലൂടെ കൊണ്ടുപോയത്. സാം 75 വേഴ്സ് നമ്പർ 6 and 7, സങ്കീർത്തനങ്ങൾ 75 6-7 കാണുന്നത്, പ്രൊമോഷൻ കംസ് ഫ്രം ദ ലോർഡ്. ഉയർച്ച വരുന്നത് കർത്താവിൽ നിന്നാകുന്നു. കർത്താവായിട്ട് തക്ക സമയത്ത് ഉയർത്തട്ടെ. ഒരു കുട്ടി ഡ്രൈവിംഗ് ഇതുവരെ പഠിച്ചിട്ടില്ല, കാർ ഓടിച്ചിട്ടേ ഇല്ല, പക്ഷെ അപ്പൻ്റെ കാറിൻ്റെ കീ കിട്ടി, അന്ന് ഓടിച്ചേക്കാം. നേരെ ഗരാജിലേക്ക് ചെല്ലുന്നു, തുറക്കുന്നു, ഓണാക്കുന്നു, ചവിട്ടുന്നു, നേരെ ഇടിച്ച് കോമ്പൗണ്ട് വാളും തകർത്ത് അപ്പുറത്തെ വീട്ടിലെ ഭിത്തിയിൽ ഇടിച്ച് തകർന്ന് കിടക്കും. ബിക്കോസ് ദാറ്റ് ഇസ് എൻ പ്രിമേച്വർ ബ്ലെസ്സിങ്. സമയത്തിന് മുമ്പേ വന്ന അനുഗ്രഹമാണ്. God gives a responsibility only when maturity is ready. പക്വത ആകുമ്പോൾ മാത്രമാണ് ഉത്തരവാദിത്തം കർത്താവ് നൽകുന്നത്. ലാസ്റ്റ് വൺ, ഫോർത്ത് പോയിന്റ്, ഇൻ ഗോഡ്സ് ടൈം എവറിത്തിങ് ബിക്കംസ് ബ്യൂട്ടിഫുൾ. ദൈവത്തിൻ്റെ സമയത്ത് എല്ലാം മനോഹരമായി തീരും. എത്ര പേർ ആമേൻ പറയും? And God releases His promise, it carries peace, order and fruitfulness. ദൈവം തൻ്റെ വാഗ്ദത്തം അവസാനം നിറവേറ്റുമ്പോൾ അത് ഭയങ്കര സമാധാനപരമാണ്. അതിനൊരു ദൈവിക ക്രമമുണ്ട്. അത് ഫലവത്താണ്. വാവ്. His timing turns tears into testimonies and struggle into songs. അവസാനം കർത്താവ് ദൈവത്തിൻ്റെ സമയത്ത് ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ അതുവരെയുള്ള കണ്ണുനീര് മുഴുവൻ, കണ്ണുനീരിൻ്റെ താഴ്വര അനുഗ്രഹത്തിൻ്റെ ജലാശയമാകും. ടീയേഴ്സ് വിൽ ബിക്കം യുവർ ടെസ്റ്റിമോണീസ്. കണ്ണുനീര് അനുഭവ സാക്ഷ്യങ്ങളായി മാറും. സ്ട്രഗിൾസ് എല്ലാം, ഇതുവരെ കടന്നുപോയ മഹാകഷ്ടതകളെല്ലാം വലിയ പാട്ടുകളായി മാറും. ഐസിയ 60 and verse number 22, ഏശയ്യാവിൻ്റെ പുസ്തകം 60:22, അറ്റ് ദ റൈറ്റ് ടൈം I the Lord will make it happen. സമയത്ത്, കൃത്യസമയത്ത്, ശരിയായ സമയത്ത് ഞാൻ അത് ചെയ്തിരിക്കും. റോമൻസ് 8:28, റോമാലേഖനം 8:28 പറയുന്നത്, God works all things together for good. ദൈവം സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നു. Psalm 126 and verse number 3, 126-ാം സങ്കീർത്തനത്തിൻ്റെ 3-ാം വചനത്തിൽ, The Lord has done great things for us. നമുക്ക് ആ ദൈവം വൻകാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്നറിഞ്ഞുകൂടാ, പണ്ട് കാലത്ത് ഒരു ഫോട്ടോ എടുക്കണമെങ്കിൽ ഒരു ഫോട്ടോ സ്റ്റുഡിയോയിൽ സാധാരണ നമ്മൾ പോകണം. അല്ലെങ്കിൽ ഫിലിം ഇട്ട്, ഓർമ്മയുണ്ട് ആർക്കെങ്കിലുമൊക്കെ, ഫിലിം റോളാണ്, അത് ലോഡ് ചെയ്ത് ക്യാമറയിൽ ലോഡ് ചെയ്ത് ഫോട്ടോ എടുക്കും. ഫോട്ടോ എടുത്ത ശേഷം അതൊരു, ഞങ്ങളുടെ ഗ്രാമത്തിലൊരു ഇതുപോലൊരു ഫോട്ടോ സ്റ്റുഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ എപ്പോഴെങ്കിലും ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കണം, എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷനിൽ വെക്കാൻ, എന്തിനെങ്കിലും എടുക്കണമെങ്കിൽ അവിടെ ചെന്നിരിക്കുന്നു, കസേരയിലിരുത്തുന്നു, ലൈറ്റൊക്കെ വെക്കുന്നു, ഫോട്ടോ എടുക്കുന്നതിന് ശേഷം ഈ മനുഷ്യൻ ഈ ക്യാമറയുമായിട്ട് നേരെ ഒരു റൂമിലേക്ക് കയറി പോകും. അതിൻ്റെ പേരാണ് ഡാർക്ക് റൂം. ഒരു ഇരുട്ട് മുറിയിൽ ചെന്ന് അവിടെയാണ് ഈ ഫിലിം ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ അത് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞത് വാഷ് ചെയ്ത് എടുക്കുമ്പോൾ വാവ്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിക്ചർ നമുക്ക് കിട്ടും. സോ ഗോഡ് ഡെവലപ്സ് അവർ ഡെസ്റ്റിനി ഇൻ ഹിഡൻ സീസൺസ്. ഇതുപോലെ ഡാർക്ക്, ഹിഡൻ ആയിട്ടുള്ള ഒരു ഇരുളിൻ്റെ മേഖലയിലൂടെ നമ്മൾ പോകുമ്പോൾ, അങ്ങനെയുള്ള സീസണുകളിലാണ് പലപ്പോഴും നമുക്കുള്ള ജീവിതത്തിൻ്റെ ലക്ഷ്യവും ലക്ഷ്യബോധവും എല്ലാം കർത്താവ് ഡെവലപ്പ് ചെയ്യുന്നത്. ഞാൻ ക്ലോസ് ചെയ്യാം. ശ്രദ്ധിച്ച് കേൾക്കണം. അബ്രഹാമിന് വലിയ വാഗ്ദത്തമുണ്ടായി, കുഞ്ഞിനെ കിട്ടുമെന്ന്. പക്ഷേ സാറയ്ക്ക് അങ്ങ് ക്ഷമിച്ചു നിൽക്കാൻ പറ്റിയില്ല. സാറ തന്നെ പറഞ്ഞു, ഇത് ഹാഗാറുണ്ട്, ഹാഗാറിലെങ്കിലും കുഞ്ഞുങ്ങൾ ജനിക്കട്ടെ. അങ്ങനെ ജനിച്ചതാണ് ഇഷ്മായേൽ. പ്രിമേച്വർ ബ്ലെസ്സിങ് എന്ന് വേണമെങ്കിൽ പറയാം. ഇന്നും തലവേദനയാണ്, ഇന്നും ലോകരാജ്യങ്ങളിൽ പ്രശ്നമാണ്. ആർക്ക്? യഹൂദരും അവരിൽ നിന്ന് ഇഷ്മായേലിൽ നിന്ന് വന്ന അറബികളും അതുപോലെ യഹൂദരും തമ്മിലുള്ള വിഷയങ്ങൾ, പ്രശ്നങ്ങൾ കാലാകാലം നിൽക്കുകയാണ്. എന്തുകൊണ്ട്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പ്രിമേച്വർ ബ്ലെസ്സിങ് വിൽ ഡിസ്ട്രോയ് us. ഡിവൈൻ ടൈമിംഗ് ഈസ് ഗോഡ്സ് ഗിഫ്റ്റ് ഓഫ് ബ്യൂട്ടി ഇൻ ദ റൈറ്റ് സീസൺ. ശരിയായ സീസണിൽ ദൈവത്തിൻ്റെ മനോഹാരിതയുടെ
ഒരു സമ്മാനം എന്ന വണ്ണമാണ് ദൈവിക സമയത്തെ നമ്മൾ സ്വീകരിക്കേണ്ടത്. ട്രസ്റ്റ് ഹിം ഇൻ ദ വെയിറ്റിംഗ്. കാത്തിരിപ്പിൻ്റെ കാലത്ത് കർത്താവിൽ നമ്മളങ്ങ് വിശ്വസിക്കണം. ഒബേ ഹിം ഇൻ ദ പ്രോസസ്. ആ പ്രക്രിയ നടക്കുമ്പോൾ കർത്താവ് പറയുന്നതൊക്കെ അങ്ങ് അനുസരിക്കുക. ആൻഡ് പ്രൈസ് ഹിം ഇൻ അഡ്വാൻസ് ഫോർ ദ ഫുൾഫിൽമെൻറ്റ്. ഒരു കാലത്ത് നിറവേറും എന്ന് കണ്ട് ഇപ്പോഴേ അങ്ങ് കർത്താവിനെ സ്തുതിക്കാൻ തുടങ്ങുക. വാട്ട് ഗോഡ് ഹാസ് പ്രോമിസ്ഡ് വിൽ കം ടു പാസ്. എന്ത് കർത്താവ് വാഗ്ദത്തം ചെയ്തോ അത് നിറവേറിയിരിക്കും. നോട്ട് ബൈ യുവർ ക്ലോക്ക് ബട്ട് ബൈ ഹിസ് കലണ്ടർ. നമ്മുടെ ക്ലോക്ക് ഘടികാര സമയം അനുസരിച്ചല്ല, കർത്താവിൻ്റെ നിത്യതയുടെ ഒരു കലണ്ടറുണ്ട്, അതിനനുസരിച്ച്. വെയിറ്റ് വിത്ത് ഫെയ്ത്ത്, വാക്ക് ഇൻ ഒബീഡിയൻസ്. അതുകൊണ്ട് വിശ്വാസത്തോടെ കാത്തിരിക്കണം, അനുസരണത്തിൽ നടക്കണം. ആൻഡ് റിജോയ്സ് ബിക്കോസ് ഇൻ ഹിസ് ടൈം എവറിത്തിങ് വിൽ ബി ബ്യൂട്ടിഫുൾ. എന്ന് മാത്രമല്ല, കർത്താവിൻ്റെ സമയത്തെല്ലാം മനോഹരമായി അവൻ ചെയ്യും. ആ സമയത്തെ കണ്ട് ഇപ്പോഴേ സന്തോഷിക്കാൻ തുടങ്ങുക. ഹല്ലേലൂയ. കൈനീട്ട്. കർത്താവ് ജനങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ഇത് ഇന്നത്തെ സന്ദേശം അനേകർക്കൊരു അനുഗ്രഹമാകട്ടെ. ഇത് കേട്ടവർക്കൊരു അനുഗ്രഹമാകട്ടെ. ഇനി കേൾക്കാനിരിക്കുന്നവർക്കൊരു അനുഗ്രഹമാകട്ടെ. ഇവരാർക്കെല്ലാം അയച്ചു കൊടുക്കുമോ അവർക്കൊരു അനുഗ്രഹമാകട്ടെ. പരിശുദ്ധാത്മാവ് പല ഹൃദയങ്ങളിലും പലതും സെറ്റിൽ ചെയ്യുന്നതിനായി നന്ദി. കൈനീട്ടാം. കർത്താവെ, ജനങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പുകവലി ശീലത്തിൽ നിന്നും പുറത്തു വരാൻ കഴിയാത്ത ചിലരെ കർത്താവ് ഇന്ന് വിടുവിക്കണം യേശുവിൻ്റെ നാമത്തിൽ. കിടപ്പ് രോഗികൾ, ഒരുപക്ഷെ കിടന്ന കിടപ്പിലായിരിക്കും നിങ്ങളിത് കാണുന്നത്. പക്ഷേ കർത്താവിൻ്റെ കയ്യിൽ പിടിച്ചെഴുന്നേൽക്കുക. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യങ്ങൾ നടക്കട്ടെ. ഈ വചനങ്ങൾ ഒത്തിരി പേരെ സൗഖ്യമാക്കട്ടെ. രോഗികൾ സൗഖ്യമാകട്ടെ. നട്ടെല്ല് സൗഖ്യമാകട്ടെ. താങ്ക് യു ജീസസ്. അതുപോലെ ഈ ഹിപ്പ് ജോയിൻ്റ് മുതൽ കാലിലേക്ക് ഭയങ്കരമായി പെയിൻ അനുഭവിക്കുന്ന ചിലരെ കർത്താവ് സൗഖ്യമാക്കുന്നു. താങ്ക് യു ലോർഡ്. അതിൽ തന്നെ ഉഷ എന്ന പേരുള്ളൊരു സഹോദരി 2-3 വിഷയങ്ങളിൽ ശാരീരികമായി വലിയ ബുദ്ധിമുട്ടിലിരിക്കുന്ന ഉഷ, പ്രത്യേകിച്ച് 3 വിവിധ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. കർത്താവ് അങ്ങനെ വിടുതൽ കൊടുത്തതിനായി നന്ദി. എല്ലാവർക്കുമായി പ്രാർത്ഥിക്കുന്നു. കൈനീട്ട. കർത്താവെ, അവരവർക്ക് ആവശ്യമുള്ളത് രോഗസൗഖ്യമാകട്ടെ, മറ്റൊരു വിഷയത്തിലുള്ള വിടുതലാകട്ടെ, അത് സംഭവിക്കട്ടെ യേശുവിൻ നാമത്തിൽ. ആമേൻ. ഗോഡ് ബ്ലസ് യു. നാളെ വീണ്ടും കാണാം. ബൈ.